ഇത് രാവിലെ ഒരു ഏകദേശം 5:15 5:20 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ മുന്നേ നിർത്തി വെച്ചൊരു സംഭവം രണ്ടാമതും റീസ്റ്റാർട്ട് ചെയ്യാണ്. ഒന്നുമല്ല, രാവിലെ നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും ഒന്ന് വെയിറ്റൊക്കെ കുറക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ കുറേ ആയിട്ടോ. ഒന്നാമത് വെച്ചാൽ പിന്നെ മഴയായി, പിന്നെ അതൊന്ന് മാറി വരുമ്പോഴേക്ക് വേറെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പല പല റീസൺ ഉണ്ടാവും. പിന്നെ എന്തൊരു സംഗതി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് തുടങ്ങി വെക്കാനാണല്ലോ ഭയങ്കര പാട്. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ, ഒരു ബാലികേറാൻ മല തന്നെയാണ്. കാരണം വെച്ചാൽ അത് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയാൽ പിന്നെ നമ്മളത് അങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോയി പോകും. അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ രാവിലെയുള്ള ചായൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇന്നിപ്പം ഉച്ചക്കത്തെ ചോറിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ പിന്നെ സൺഡേ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഇന്നും മന്തി തന്നെയാണ് കേട്ടോ വെച്ചത്. ഇവിടെ മക്കളെ ഫേവറേറ്റ് മന്തി തന്നെയാണ്. ഇപ്പോൾ ബിരിയാണിയൊന്നും വലിയ ഇഷ്ടമില്ല. പിന്നെ ഞാനും അങ്ങനെ വല്ലാതെ അങ്ങോട്ടേക്ക് ബിരിയാണി അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമുക്കൊരു പിന്നെ ഒരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ, കൊഴുപ്പ് മീൻസ് ഫുൾ എണ്ണയിലൊക്കെ ഇട്ട് വരുന്നതല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. മന്തി ആകുമ്പോൾ പിന്നെ നമുക്ക് വലിയതില്ല. പിന്നെ അതുപോലെ ബിരിയാണി തിന്ന് കഴിഞ്ഞാൽ പിന്നെ മസ്റ്റായിട്ട് ഒരു ഉറക്കമാണ്, പിന്നെ ഒരു കട്ടൻ ചായയൊക്കെ. മന്തി ആകുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. മന്തി നമുക്ക് അങ്ങനെ ഒരു ശരീരത്തിന് അവിടെ ഒരു എഫക്റ്റ് ചെയ്യാത്ത പോലെയാണ് തോന്നുക. അങ്ങനെ നമ്മൾ പറഞ്ഞ് നമ്മളെ 2025 അവസാനിക്കാറായില്ലേ. നമുക്ക് ഓരോ കൊല്ലവും തുടങ്ങുമ്പോൾ ഓരോ പ്രതീക്ഷയാണല്ലോ. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ആ ഒരു സമയത്തൊക്കെ ആയിരിക്കില്ലേ നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായിരിക്കും എപ്പോഴും മിക്കവാറും ജനുവരി 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് എക്സാമിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞ് പേപ്പർ കിട്ടുന്ന ടൈമായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും പറയും ആ ജനുവരീൻ്റെ കാര്യം പോക്കാണ് എന്നുള്ളത്. കാരണം മാർക്കും എല്ലാം കൂടി ആകുമ്പോൾ നല്ല പിന്നെ എന്താ പറയുക, തൃശ്ശൂർ പൂരാണല്ലോ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ആയിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ എപ്പോഴും നല്ല ഓരോ പ്രതീക്ഷകളുണ്ടാവും കേട്ടോ. പക്ഷേ എൻ്റെ ഒരു കാര്യത്തിൽ പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഓവറായിട്ട് പ്രതീക്ഷിക്കാറില്ല കേട്ടോ. എനിക്ക് കുറച്ച് പേടിയാണ്. കാരണം ഞാൻ എന്താണോ വിചാരിക്കുന്നത് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മൾ എന്താണോ നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കല്ലോ, ഈ വർഷം എത്ര കാര്യങ്ങൾ ചെയ്യണം, ഇതാക്കണം, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ അതൊന്നും ചിലപ്പോൾ നടക്കാത്ത പോലെ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ടേക്ക് ചെയ്യണം എന്നുള്ള അങ്ങനത്തെ ഒരു പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. സാധാ പോലെ തന്നെ എന്തെങ്കിലും ഒരു മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉറപ്പിക്കും, എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ചെയ്യണം എന്നൊക്കെ അങ്ങനെ വിചാരിക്കും കേട്ടോ. അപ്പം ഇക്കൊല്ലം ഈ വർഷമല്ല, അതിൻ്റെ മുന്നത്തെ വർഷം ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ നമ്മൾ കടന്നു പോയൊരു വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കേട്ടോ. പിന്നെ അതിനൊരു കണ്ടിന്യൂറ്റിയാണ് ഈ ഒരു വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം പിന്നെ നമുക്ക് എന്തൊരു സംഗതി ആയിട്ടുണ്ടെങ്കിലും ഫസ്റ്റത്തെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ പിന്നെ ഫസ്റ്റിൽ നമുക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിട്ട് നിൽക്കില്ല, നമ്മൾ സ്റ്റക്കായി പോകും ഒന്നായിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താവും അതുമായിട്ട് യൂസ്ഡ് ആവും, ആ ഒരു സാഹചര്യമായിട്ട് നമ്മൾ പൊരുത്തപ്പെടാനായിട്ട് പഠിക്കും. അപ്പം ഈ ഒരു 2025 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരുന്നു. കാരണം 2024 പകുതിയായപ്പോഴാണ് പിന്നെ ഭയങ്കര ഒരു നമ്മളെന്താ പറയുക സ്റ്റക്കായിപ്പോയൊരു സംഭവം ഉണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെ അപ്പം നമുക്ക് എത്രയായിട്ട് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാനൊന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പോകെ കുറച്ചൊക്കെ കഴിഞ്ഞാൽ അതുമായിട്ട് എല്ലാവരും യൂസ്ഡായി. ഇപ്പം നോർമലി അതങ്ങനെ പോകും, പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ പോകുന്നുണ്ട്. എത്ര വലിയ സംഭവം എന്നുണ്ടെങ്കിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കിതൊന്നും താങ്ങാൻ പറ്റില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഈ സമയം കടന്നു പോകുന്ന പറഞ്ഞാൽ നമ്മളും അതുമായിട്ട് ആപ്റ്റഡ് ആവും. 1 2 3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് തുടങ്ങും. എല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ, എന്ത് കാര്യമായിട്ടുണ്ടെങ്കിലും. പിന്നെ നമുക്ക് കുറച്ചൊക്കെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ, നല്ല സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും. അതല്ല നമ്മൾ പിന്നെ സാമ്പത്തികവും ഇല്ല ശാരീരികവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉള്ള കാലത്ത് നമുക്കായിട്ട് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് സമ്പാദിച്ച് മാറ്റി വെക്കാം. അല്ലാതെ നമ്മൾ പിന്നെ എല്ലാം നമ്മളെ ജീവിതം മറന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ കുറച്ചൊക്കെ നമ്മളെ കാര്യത്തിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഇനിയിപ്പം നമുക്ക് 2 കുട്ടികളാണെന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു കുട്ടീനെ നമ്മൾ സങ്കല്പിച്ചിട്ട് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ മാസത്തിൽ കിട്ടുന്ന ഒരു 100 രൂപ ആയാലും അതൊന്ന് ആ ബാങ്കിൽ അക്കൗണ്ടിൽ ആ പൈസ ഇടാനായിട്ട് നോക്കാം. നമ്മളപ്പം വിചാരിക്കും 100 ഇട്ടിട്ട് എന്താവാനാന്നുള്ളത്. ആദ്യമൊക്കെ അതുണ്ടെങ്കിൽ നമുക്കൊരു പിന്നെ 100 ആയാലും 1000 ആയാലും നമുക്ക് അത് ഇടാനായിട്ട് ബാങ്കിൽ പോകണം. പക്ഷേ ഇപ്പോൾ അതല്ല, ഇപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാം.
അപ്പോൾ നമ്മളങ്ങനെ ഒരു പിന്നെ 2 കുട്ടികളാണെന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അതെല്ലാം നമ്മൾ എന്താണോ ചെയ്യാൻ, നമ്മൾ ആ 2 കുട്ടികൾക്ക് എന്താണോ നമ്മൾ പിന്നെ ചെയ്തു കൊടുക്കുന്നത്, അതിൻ്റെ ഒരു അംശമെങ്കിലും നമ്മൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഒന്ന് ഇടാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു സേവിങ്സ് ആണ്, ചിലപ്പോൾ നമ്മളോട് അത് മറന്നു തന്നെ പോയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഒരു കാര്യമൊക്കെ. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു നമുക്ക് ഭയങ്കര ഒരാശ്വാസം തരുന്ന ഒന്നാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറേ ടെൻഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിഞ്ഞു കിട്ടും. എല്ലാവരും പറയുന്നത് പോലെ പണം തന്നെയാണ് ഏറ്റവും വലുതായിട്ടുള്ള സംഭവം. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നൊക്കെ പറയുന്നത് തന്നെയാണ് കേട്ടോ. കാരണം അതുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്താ വെക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പകച്ച് നിൽക്കല്ല, നമ്മൾ ടെൻഷൻ അടിച്ച് നിൽക്കല്ല, അതിൻ്റെ ആവശ്യം വരില്ല. നമുക്കത് വേഗം നമുക്കത് സ്പീഡായിട്ട് എന്ത് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും.